Guys, welcome to our YouTube channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എരിശ്ശേരിയാണ്. മത്തങ്ങയും പയറും ഇട്ടുള്ള ഒരു എരിശ്ശേരി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഗൈസ്, അപ്പം നമുക്ക് എരിശ്ശേരിക്കുള്ള മത്തങ്ങയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ മത്തങ്ങയുടെ കൂടി പയറും കൂടി വൻപയറും കൂടി ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ 4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതുപോലെ ചെറിയുള്ളിയുണ്ട്. പിന്നെ ആവശ്യത്തിന് കരിയാപ്പിലയുണ്ട്. ചെറുള്ളി നമ്മൾ ചതച്ച് തന്നെ വേണം ഇത് ഉണ്ടാക്കാൻ. നമ്മളിത് കുക്കറിലിട്ടാണ് വേവിക്കുന്നത് ഫസ്റ്റ്. അതുപോലെ നമുക്ക് അരപ്പിനുള്ള ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കരിയാപ്പില, കാന്താരി, കുറച്ച് ജീരകം, കുറച്ച് ചെറിയുള്ളി, പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അങ്ങനെ നമ്മൾ കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ട്. തീ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മത്തങ്ങയൊക്കെ അതിനകത്തോട്ടിട്ട് വേവിക്കാൻ വെക്കാം. മത്തങ്ങ ഇടുകയാണ് അതിനകത്തോട്ട്. പിന്നെ നമുക്ക് പയർ കഴുകി വെച്ചിട്ടുണ്ട്, വൻപയർ. അതും ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ വേവിക്കണം. അപ്പം പയറും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അതുപോലെ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും കാന്താരിയും എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേണം ഇത് വേവിക്കാൻ വെക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഞങ്ങളിവിടെ ഇന്ദുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 1 സ്പൂണ് ഉപ്പിട്ടാം. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇത് വേവിക്കാൻ വെക്കുവാണ്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് വെക്കുവാണ്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ചേക്കുന്നത് ഇപ്പോൾ ഒരു 5 വിസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം, മത്തങ്ങയും പയറും ഒക്കെ വെന്തിട്ടുണ്ടോ എന്ന്. മത്തങ്ങ പെട്ടെന്ന് വേവും, പയർ വെന്തിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. 5 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വിസിൽ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ബാക്കിയുള്ള 4 വിസിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് എടുക്കുക. എന്നെങ്കിൽ മാത്രമേ പയർ പെട്ടെന്ന് വേഗത്തുള്ളൂ, അല്ലെ പയർ വേഗത്തില്ല. അപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, മത്തങ്ങയും നല്ലോണം വെന്തിട്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഒരു തവി വെച്ച് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒരു തവി വെച്ച് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ തേങ്ങ അരച്ചതും എല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പയറും ഈ മത്തങ്ങ എല്ലാം കൂടെ ഒന്ന് ഉടയ്ക്കുക. ഒരു തവി വെച്ച് നമ്മളൊന്ന് ഉടച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചീനിച്ചട്ടിലേക്ക് മാറ്റി എന്നിട്ട് നമുക്കിതൊന്ന് അതിനകത്ത് അരപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇച്ചിരിയും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ആദ്യം ഇതെല്ലാം ഒന്ന് ഉടച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചീനിച്ചട്ടിലേക്ക് മാറ്റാം. അങ്ങനെ അരപ്പിനുള്ളതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉപ്പും ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വേണേൽ ഇത് അരയ്ക്കാൻ. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടി വെക്കാം. നമുക്കിനി മത്തങ്ങയിലേക്ക് ഇത് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് ഇച്ചിരി വേവിക്കാൻ വെക്കാം. അതിന് ശേഷം കടുക് പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി അടുപ്പേ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുപ്പയിലേക്ക് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അരപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം അതിൻ്റെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് ഫസ്റ്റ് ഒന്ന് മാറണം. അപ്പം ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് അരപ്പൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അരപ്പ് നമ്മൾ ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്തിടുവാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നമുക്ക് മത്തങ്ങയും പയറും വേവിച്ച് വെച്ചേക്കുന്നത് ഇതിലേക്കങ്ങ് ഒഴിക്കാം. മത്തങ്ങയെല്ലാം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം. നമുക്കിത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ അരപ്പും ഈ പയറും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാം. മത്തങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് കുഴഞ്ഞായിട്ടുണ്ട്.
പയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകും കൂടി പൊട്ടിച്ച് താളിച്ചൊഴിക്കാം. കടുക് പൊട്ടിക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 സ്പൂൺ നെയ്യിലാണ് നമ്മളിത് കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കടുകൊക്കെ ഇടാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കരിയാപ്പലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുത്ത് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. കടുകൊക്കെ നല്ലോണം പൊട്ടുന്നുണ്ട്. കരിയാപ്പലയും കൂടെ ഇടാം. എന്നിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്ത് താളിച്ച് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി നേരെ എടുത്ത് നമുക്ക് മത്തങ്ങയിലേക്ക് നമുക്ക് ഇത് താളിച്ചൊഴിക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. കടുകും എല്ലാം ഒന്ന് പൊട്ടിയിട്ട് നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വേഗം വെക്കുക. അതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ചോറൊക്കെ കഴിക്കാൻ ഇതിൽ കൂടുതൽ നല്ലൊരു കറി വേറെ ഇല്ല. ഇതിൻ്റെ കൂടെ ഒരു മത്തി വറുത്തതും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം നമുക്ക് നേരെ ഇത് ബൗളിലേക്കൊന്ന് മാറ്റാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ വേറെ ഒത്തിരി വീഡിയോസുണ്ട് കുക്കിങ്ങിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.